ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നേരെ പോയിരിക്കുകയാണ് കുറുപ്പിന്റെ വീട്ടിലേക്ക് കേട്ടോ. എന്നിട്ട് കുറുപ്പിന്റെ മോൻ കാർത്തികത പറയുന്നുണ്ട്, എടി നീ എന്തിനാടി വന്നത്? നിനക്കിപ്പോ പത്മ മരിച്ചോ ഇല്ലയോ എന്നറിയണം അല്ലേ? എങ്കിൽ നീ കേട്ടോ, പത്മേനെ കൊന്നത് ദേ ഞാനും എന്റെ അച്ഛനും കൂടി ചേർന്നിട്ടാണ്. എന്താ നിനക്ക് അറിയേണ്ടതൊക്കെ അറിഞ്ഞോ? ഇനി ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയണ്ട്, നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയാ പോരെ? അതെ, റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടുകിട്ടിയ ഡെഡ് ബോഡി അത് പത്മയുടെ അല്ല, അത് തക്കല സ്വദേശിനി നസീബയുടെയാണ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കുറിപ്പ് ചോദിക്കണ്ടേ, നസീബയോ? അതെ നസീബ. സത്യം പറ, നിങ്ങളുടെ കളി തന്നെയാണിത്. പത്മേനെ എവിടെ ഒളിപ്പിച്ചിട്ട് വേറെ ഏതോ പെൺകുട്ടിനെ റെയിൽവേ ട്രാക്കിട്ടത് നിങ്ങളുടെ കളി തന്നെയാണ്. നിങ്ങളാണ് പത്മനെ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്നത്. സത്യം പറ, നിങ്ങൾ എവിടെയാണ് പത്മനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, എടി നീ പുതിയ കഥ ഉണ്ടാക്കുവാണോ? ഒരു കള്ളത്തരങ്ങളൊക്കെ ആയിട്ട് വന്നോളും എന്ന് കാവ്യ പറയുമ്പോ, കള്ളം പറയണത് ഞാനല്ല, നിന്റെ ഈ അച്ഛനും ആങ്ങളും കൂടി ചേർന്നിട്ടാണ്. നിങ്ങൾ എവിടേക്ക് പത്മനെ കൂടി ഒളിപ്പിച്ചാൽ ശ്രമിച്ചാലും ഈ അഡ്വക്കേറ്റ് അഞ്ജലി അത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്ലോ മോഷനിൽ ഇറങ്ങി പോവാണ് അഞ്ജലി കേട്ടോ. അഞ്ജലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ കുറുപ്പ്. അതിനുശേഷം കുറുപ്പ് ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് പോവാണ്. രാഘവനെ വിളിക്കണ്ട്, എടോ രാഘവ, താനിത് എവിടെയാടോ? ഞാൻ വീട്ടിലുണ്ട്. എന്താടോ? എടോ കേട്ടതൊക്കെ സത്യമാണോ? താൻ കേട്ടത് എങ്ങനെയാണെന്ന് എനിക്കെങ്ങനെ അറിയാടോ? താൻ കാര്യം പറ കുറുപ്പ് എന്ന് ചോദിക്കുമ്പോ, അതെ കുറച്ചു മുമ്പ് ആ അഞ്ജലി ഇവിടെ കയറി വന്നിരുന്നു. അഞ്ജലിയോ? അവളെന്തിനാ തന്റെ വീട്ടിലേക്ക് വന്നത്? വന്നിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയാ. അവള് പറയാണേ, ആ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ട്രാക്കിൽ നിന്ന് കിട്ടിയ ബോഡി അത് പത്മയുടെ അല്ല, തക്കര സ്വദേശി നസീബയുടെയാണെന്ന്. ഏത് നസീബ? അവൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പത്മ മരിച്ചിട്ടില്ല, പത്മ മിസ്സിംഗ് ആണെന്നൊക്കെ അവളെ വായി തോന്നി ഓരോ കാര്യങ്ങൾക്ക് വിളിച്ചു പറയും. എല്ലടോ, ഞാൻ അത് ഒഫീഷ്യലായിട്ട് അന്വേഷിച്ചു, അത് സത്യം തന്നെയാണ്. തക്കല സ്വദേശിയുടെ ഡെഡ് ബോഡിയാണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയത്. ഇത് തികച്ചും ഒഫീഷ്യലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അവള് പറഞ്ഞത് കാര്യം തന്നെയാണ്. ഓ, ഇത് നമുക്ക് പണി കൂടുമല്ലോടോ. അതെ, ഇപ്പൊ അവള് പറയണതേ ഞാനും എന്റെ മോനും കൂടി ചേർത്ത് പത്മനെ എവിടെയോ ഒളിപ്പിച്ച് മാറ്റി പുതിയ കഥ ഉണ്ടാക്കുവാണെന്നാ. അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേടോ? വേണം, അത് തീർച്ചയായിട്ടും വേണം. ഞാനേ അവൾ വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് ഷോ ഓഫ് കാണിച്ചു. അതുപോലെ കുറച്ച് പോലീസുകാർ പോയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് ഇനി കാണിക്കാൻ പോണത് എന്താന്ന് താൻ കണ്ടോ? അവളും ചെയ്യാത്ത കുറ്റത്തിന് അവളിനി എണ്ണി കണക്ക് ചോദിക്കും. അവളും ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കും. അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് ഫോം വെക്കാണ്. രാഘവണികൾ വിചാരിക്കാണ്ട്, നസീബിയോ? അത് ആരായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമളേനെയാണ്. ശ്യാമള വിഷമിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പത്മയുടെ അപ്പച്ചി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ വന്നിട്ട് അഞ്ജലിയിൽ ഒരുപാട് പ്രാഗിയല്ലോ, നീ ഗുണം പിടിക്കില്ല, നീ അനുഭവിക്കും, നീ ഒറ്റൊരുത്തന്റെ മോൾ ഈ അവസ്ഥ കാരണം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവളും ജീവനോട് ഉണ്ടായേനെ, നീ നശിഞ്ഞു പോകൂടി എന്നൊക്കെ പറഞ്ഞ് പ്രാഗി ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമള. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കട്ടോ. അവിടേക്ക് ആര്യ വരുന്നുണ്ട്. അപ്പച്ചി ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ? വാ, എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ട മോളെ, എന്റെ മനസ്സിന് വിഷമം പോകുന്നില്ല. പത്മ ജീവനോടോ മരിച്ചോ എന്ന് പോലും അറിയില്ല. അത് പോട്ടെ എന്ന് വെക്കാം, അവൾ എന്തായാലും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ച് അങ്ങനെ നിക്കാന്ന് വെക്കാം. പക്ഷെ അപ്പോഴും അവളുടെ അപ്പച്ചി എന്ന് പറഞ്ഞ സ്ത്രീ എന്തുമാത്രം പ്രാഗിയത്, ആ പ്രാക്ക് ഒരിക്കലും തലേന്ന് ഒഴിഞ്ഞു പോവില്ല മോളെ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് ഇന്ദിര അവിടേക്ക് വരുന്നുണ്ട്. നീ അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കില്ലേ ശ്യാമളെ? ദേ ആലോചിച്ച് നീ ഇപ്പൊ തന്നെ ഒരു അവസ്ഥയിലായി. ദേ ഇന്നലെ ഭക്ഷണം കഴിക്കാതെ മൂക്ക് കുത്തി തറയിൽ പ്രഷർ കുറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? മേലക്കൊന്ന് ഭക്ഷണം കഴിച്ച അല്ലെങ്കിൽ തലകറക്കമൊക്കെ ഉണ്ടാവും. എനിക്ക് വേണ്ട എന്തിരെ? ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോ പത്മക്കൊച്ചിന്റെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ. ചിരിച്ച് കളിച്ച് അവളിവിടെ നിൽക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമളാട്ടാ. അവിടേക്ക് ശിവരാമൻ വരുന്നുണ്ട്. ശിവരാമൻ പറയണ്ട, ശ്യാമളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? പത്മ മരിച്ചിട്ട് പോലും ഇങ്ങനെ കരയുന്നത്. പത്മ മരിച്ചിട്ടില്ലേ? അയ്യോ, നീ ഒരുപാട് ആവേശം കാണിക്കല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് പത്മയാണോ മരിച്ചത് ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെ കരഞ്ഞിട്ട് പോലും ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കരുതെന്നാ. അപ്പോ ഇന്ദിര പറയണ്ട്, അത് വേറൊന്നും അല്ല ഏട്ടാ, ആ പത്മയുടെ അപ്പച്ചി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വന്ന് പ്രാഗിയില്ലേ, അതൊക്കെ ഓർത്തിട്ടാ എടുത്ത് ഇങ്ങനെ കരയുന്നത്. ശിവരാമൻ പറയണ്ട്, എടി അവര് പ്രാഗി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ പത്മ മരിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാഗൊന്നും നമ്മുടെ തലയിൽ ഏൽക്കില്ല എന്ന് പറയുമ്പോ ആര്യ പറയണ്ട, പിന്നെ അത് അപ്പച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ എന്തിനാ പറയണ്ടതേ, എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം പറയണ്ട്. ഈ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ വെച്ചിട്ടാ?
പത്മയുടെ കേസ് അഞ്ജലി ഏറ്റെടുത്തപ്പോൾ മുതലേ ഈ പത്മയുടെ കേസ് ഏറ്റെടുക്കേണ്ട, അത് ഉപേക്ഷിക്കാൻ അഞ്ജലി എടുത്ത് പറ. എന്നിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ചിട്ട് അഞ്ജലിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ നോക്ക്. ഈ കേസും കാര്യങ്ങളും ഒന്നും വേണ്ട, സമാധാനമല്ല വലുത്, ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് പറയട്ടെ ഇന്ദിര അകത്തേക്ക് കയറി പോവാണ്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവരാമനും ശ്യാമളും. അതായത് സത്യമാണല്ലോ എന്ന രീതിയിലാണ് അവരത് ആലോചിക്കുന്നത്. പിന്നീട് കാണിക്കണം അമ്പാടിനെയാണ്. അമ്പാടിയുടെ മൊഴി എടുക്കാൻ വേണ്ടി പോലീസുകാരും CA നന്ദനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അമ്പാടി നടന്ന കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് അഞ്ജലി അതുപോലെ തന്നെ അർജുനും കൂടി കയറി വരുന്നത്. ആഹാ, സാറ് മൊഴിയെടുക്കാൻ തുടങ്ങിയോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോ അമ്പാടിക്ക് ബോധം വന്നപ്പോ പിന്നെ ഒട്ടും വൈകിയില്ല, മൊഴി എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കായിരുന്നു, നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ സർ എന്ന് ചോദിക്കുമ്പോ ആ പോലീസുകാർ CA നന്ദൻ ബാക്കിയുള്ള പോലീസുകാർക്കും അവിടെ നിൽക്കുന്ന നേഴ്സിനടുത്തൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടി പറയണം. അങ്ങനെ അവിടെ എല്ലാവരും പുറത്തേക്ക് പോവാണ്. ശേഷം ആ നന്ദൻ പോലീസ് പറയുന്നുണ്ട്, വേറൊന്നല്ല, റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയ ബോഡി പത്മയുടെ അല്ല, അത് ആ തക്കല സ്വദേശി നസീബയുടെ തന്നെയാണ്. സർ അതെങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഈ നസീബ എന്ന് പറഞ്ഞത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ തക്കല സ്വദേശിയാണെങ്കിലും കെട്ടിച്ചിട്ടേക്കുന്നത് നാഗർകോവിൽ പാർവതിപുരം എന്ന് പറഞ്ഞിട്ട ഒരു സ്ഥലത്തേക്കാണ്. അവളുടെ ഭർത്താവ് ഗൾഫിലേക്കാണ്. ഭർത്താവിന്റെ വീട്ടുകാര് സ്ത്രീധന തുക കുറഞ്ഞു, ഇവൾക്ക് വേറെ ആരോട് ബന്ധമുണ്ട്, സംശയം, അങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞ് ഈ പെൺകുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഈ പെൺകുട്ടി ഇതൊന്നും വീട്ടിൽ പറയാറുണ്ടായിരുന്നില്ല. അവസാനം ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവള് ഇങ്ങനെ ട്രെയിനിന് മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു. അത് കഷ്ടമായി പോയില്ല സർ. അതെ, ആത്മഹത്യക്കുറിപ്പ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായത്. പിന്നെ അതേ ദിവസം തന്നെ അതായത് അമ്പാടി പത്മയിലത്തെ ആൾക്കാർ ഗുണ്ടകളും ചേർന്ന് ഓടിച്ചിട്ടെന്ന് പറഞ്ഞ അതേ സമയത്ത് പരാതി കൊടുത്ത അതേ സമയം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് ഈ നസീബയുടെ പരാതി അവിടെ എത്തിയത്. അപ്പൊ പോലീസുകാർ ഇവളായിരിക്കും മരിച്ചതെന്ന് കഴിഞ്ഞിട്ടാണ് ആ ഒരു കേസ് തള്ളി തീർത്തത്. അപ്പൊ പത്മയെല്ലാം മരിച്ചപ്പോ ഒരു സമാധാനം ഉണ്ട് സർ എന്ന് അഞ്ജലി പറയാണ്. അപ്പോ അർജുൻ ചോദിക്കേണ്ടല്ല സർ, ഞങ്ങൾ സാറിനടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും അഞ്ജലി കൂടി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയിക്കോട്ടെ, അവിടെ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചോട്ടെ. പോലീസ് പറയുന്നുണ്ട്, അതെ ഇതൊക്കെ പോലീസിന്റെ ജോലിയാണ്, പക്ഷെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ പോലീസിനെ സഹായിക്കുകയല്ലേ ചെയ്യണത്, അപ്പൊ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അർജുന കൈയൊക്കെ കൊടുത്ത് പോവാണ്. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ CA നന്ദൻ. അതിനുശേഷം അർജുൻ ചോദിക്കുന്നുണ്ട്, അമ്പാടി പറഞ്ഞത് കേട്ടില്ലേ? കേട്ടൂടാ എന്ന് പറഞ്ഞിട്ട് അമ്പാടിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അഞ്ജലിക്കും അർജുനും അമ്പാടിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനുപമേനെയാണ്. അനുപമ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ മാഗസിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഗസിൻ വായിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞ മൂർത്തീസ് ജ്വല്ലറിയിൽ വമ്പിച്ച വിലക്കുറവ്, എന്നത് സ്വർണത്തിന് ഇങ്ങനെ പണിക്കാശ് കുറവ്, അക്ഷയ തൃതീയ ഓഫർ ഇപ്പോഴും റണ്ണിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത. കൊള്ളാലോ, അപ്പൊ കുറച്ച് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ സമൂഹ വിവാഹം, ആർക്ക് വേണം ചവറ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നോക്കുമ്പോഴേ സമൂഹ വിവാഹം. പിന്നെ ആ പേജ് ഒന്നുകൂടെ എടുക്കാണ്. എന്നിട്ട് ആ സമൂഹ വിവാഹത്തിന്റെ ഫോട്ടോ ഒന്ന് നോക്കുന്നുണ്ട്. ഇത് അഞ്ജലി അർജുനല്ലേ, ഈശ്വര ഇത് എന്താ ഇതേക്കണത് എന്ന് പറഞ്ഞ് വായിച്ചു നോക്കുമ്പോഴേക്കും നിർദ്ദരായ യുവതികൾക്ക് സമൂഹ വിവാഹം. അവര് നിർദ്ദരായിട്ടുള്ള യുവതി യുവാവോ അല്ലല്ലോ, അർജുനോ അഞ്ജലിയോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അത് നടത്തുന്ന ആളുടെ പേര് നോക്കുമ്പോൾ കുറുപ്പെന്നും കാണുന്നുണ്ട്. കുറുപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അനുപമ കുറുപ്പിനെ വിളിക്കാണ്. ഹലോ കുറുപ്പങ്ങളെ, ഫ്രീ ആണോ? അതെ, ഈ രാഷ്ട്രീയക്കാരത്ത് ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നതും അതുപോലെ തന്നെ കടലിലെ തിരമാലകൾ എപ്പോഴാണോ ശാന്തമാവാന്ന് ചോദിക്കുന്നതും ഒക്കെ രണ്ടും ഒരുപോലെയാണ്. മോള് കാര്യം എന്താന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അല്ല, അങ്കിളിന്റെ നേതൃത്വത്തിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹ വിവാഹം നടന്നായിരുന്നോ? നടന്നായിരുന്നു. എന്താ മോളെ? അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് ചെറിയൊരു സെറ്റപ്പാണ് മോളെ, അത് 2-3 പേരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ളവരാണ്. അതെ, അല്ല മോളെ ഇപ്പൊ ഇതിനെ കുറിച്ച് ചോദിക്കണത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി അങ്കിളെ, അത് മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ അങ്കിളോട് ചോദിച്ചെന്നേ ഉള്ളൂ. ശരി എന്നാ ഇത് വേണ്ടി ഫോം വെക്കാണ്. അപ്പൊ അനുപമ വിചാരിക്കേണ്ട, ഈശ്വര അപ്പൊ ആരും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇതെന്തായാലും എപ്പൊ ആരും അറിയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അനുപമ ആ മാഗസിൻ എടുത്തിട്ട് നേരെ പുറപ്പെടാൻ വേണ്ടി പോകാണ്. എവിടെ? നമ്മുടെ ശിവരാമന്റെ അടുത്തും ശ്യാമലെടുത്തും. എന്നിട്ട് അവിടെ പോയിട്ടാണ് ആ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ. അതപ്പോ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.